നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു യാത്ര പോകാനേ നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര. വേറെ എങ്ങോട്ടല്ല, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് ട്രെയിൻ വഴി ബൈന്ദൂർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് ബസ്സോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വഴിയോ നമുക്ക് ക്ഷേത്രത്തിലെത്താം. ഞാൻ കേട്ടിട്ടുണ്ട്, ദേവിയെ കാണണമെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, ദേവി നമ്മളെ വിളിക്കണമെന്ന്. അങ്ങനെ ദേവി നമ്മളെ വിളിച്ചു എന്നുള്ളൊരു ഉൾവിളിയോട് കൂടി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി. നിർഭാഗ്യവശാൽ കിട്ടിയില്ല. അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് പോകുന്നു. ദേവിയുടെ വിളിയുണ്ടായതല്ലേ, പിന്നെ പോകാതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ 8:45 9 മണിക്ക് ആലിൽ നിന്നെടുക്കുന്ന മരുസാഗർ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തത്. അത് രാവിലെ അവിടെ 7 മണി 7:30 അവിടെ കൂടി എത്തും. ട്രെയിനായതുകൊണ്ട് കറക്റ്റ് സമയം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. സൂര്യനെ കുതിച്ച് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ കർണാടകയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കേരളം പോലെ തന്നെ വലിയ വ്യത്യാസം തോന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ഒറ്റ പാളമുള്ളൂ, കണ്ടില്ലേ? ആ മല കണ്ടോ? ആ മല തുറന്നാണ് കേട്ടോ ഈ പാളം പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എങ്കിലുണ്ടല്ലോ, നമുക്കിവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഷെയർ ചെയ്തിട്ട് വാഹനം എടുക്കാം. ഞങ്ങളൊരു ഓട്ടോറിക്ഷയാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്. 600 രൂപയാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഓട്ടോറിക്ഷ ചാർജ്. സീസൺ സമയത്ത് അത് 800 രൂപ വരെ ആകും. ഇപ്പോൾ ഞങ്ങൾ 3 പേരായതുകൊണ്ട് 200 രൂപ വെച്ച് കൊടുക്കണം. എനിക്ക് വേഗം ദർശനത്തിന് വേണ്ടിയിട്ട്, രാവിലെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ ഷെയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ബസ് ചൂസ് ചെയ്യുള്ളൂ. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാറുള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നടന്ന് ബസ് സ്റ്റാൻഡിലെത്താം. പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും സർവീസ് ചെയ്യുന്നത്. 50 രൂപയിൽ താഴെ നമുക്ക് മാത്രമേ വരൂ ബസ് ചാർജ്. 1 മണിക്കൂറോളം യാത്രയുണ്ട് ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബസ്സിൽ തന്നെ വരുന്നതാണ്. 150 രൂപയോളം നമുക്ക് ആ വകയിൽ ലാഭിക്കാം. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള ആദ്യ കവാടം. ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് ഒരു ക്ഷേത്രം കാണാം. അവിടെ ഒന്ന് തൊഴുവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി. ഞാൻ ഓട്ടോറിക്ഷ ഇറങ്ങി ആദ്യം ഒരു റൂം എടുക്കണം. എന്നിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് വേണമല്ലോ ഇനി ദേവി ദർശനത്തിന് പോകാനായിട്ട്. ഇഷ്ടം പോലെ ലോഡ്ജുകളുണ്ട് ഇവിടെ. ക്ഷേത്രം വക ലോഡ്ജുകളുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഹൗസ്ഫുള്ളായിരിക്കും. കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു റൂം എടുക്കാൻ വേണ്ടി നല്ലൊരു ലോഡ്ജ് അന്വേഷിച്ച് നടക്കാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു റൂം നമുക്ക് എടുക്കണമല്ലോ. ആ കാണുന്നതാണ് ദേവസ്വം വക ലോഡ്ജ്. അവിടെയൊക്കെ ഇത് ഫുള്ളായിരിക്കും. ഇവിടെ വന്നാൽ റൂം കിട്ടില്ല എന്നുള്ള ഭയം മാത്രം വേണ്ട. ഇഷ്ടം പോലെ റൂമുകളുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഹോട്ടലുകളും ലോഡ്ജുകളും മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ റൂമുകളുണ്ടാവും. പക്ഷെ അവർ ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കണം. അത് സീസൺ അനുസരിച്ചായിരിക്കും അവരുടെ വില. ഇപ്പോൾ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശം എന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴി അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ ആദ്യം തൊഴുതിട്ട് വേണം നമുക്ക് ദേവിയെ കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുന്നതിൻ്റെ ഇടതുവശത്തായിട്ട്. നേരെ കാണുന്ന ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. അതിലേക്ക് പോകുന്ന വഴിയാണ്. അതൊരു ബ്രിഡ്ജാണ്. അപ്പോൾ 800 രൂപ എനിക്കൊരു റൂമിന്. തിരക്കേണ്ടില്ലാത്ത റൂമായിരുന്നു. നമ്മൾ 1-2 ദിവസം നിൽക്കാൻ വേണ്ടി വരുന്നതാണല്ലോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. സീസൺ സമയം അല്ലാത്തപ്പോഴും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമുക്കിനി ക്യൂ നിൽക്കണം ദേവി ദർശനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂവിൻ്റെ അറ്റം കണ്ടിട്ട് വേണം നമുക്ക് പോയി നിൽക്കാൻ. ഇവിടെ സെക്യൂരിറ്റീസ് എല്ലാം ക്യൂ കറക്റ്റ് ചെയ്യുന്നുണ്ട്.
ഇതാണ് ശ്രീകോവിലിൻ്റെ മുകൾ വശം. വിമാനം അങ്ങനെയൊക്കെയാണോ പറയുന്നത്. പിന്നെ താഴികക്കുടങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ കൊടിമരം ദേവിയുടെ. ക്ഷേത്രത്തിൻ്റെ ഇടതുവശം, ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഇങ്ങനെ ഹോമകുണ്ടങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്ന് അവിടെ വഴിപാട് ചെയ്യും. ഓരോ ഹോമകുണ്ടങ്ങളിൽ അവരുടെ വഴിപാടുകൾ ചെയ്യുന്നതാണ് കാണുന്നത്. ആ ചേച്ചി തൻ്റെ താലിമാല ഉയർത്തിപ്പിടിച്ചെന്തോ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടിയാണ് ആയിരിക്കണം. അങ്ങനെ ഓരോരോ പ്രാർത്ഥനകളും ഓരോരോ വഴിപാടുകളുമായിട്ട് ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഓരോ വർഷവും ദേവി സന്നിധിയിലേക്ക് എത്തുന്നത്. അത് ദേവി വിളിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമുക്കവിടെ എത്താൻ സാധിക്കുക. അങ്ങനെ എനിക്കിവിടെ എത്താൻ സാധിച്ചു. ദേവി ദർശനം ലഭിച്ചു. ഞാൻ വളരെ സന്തോഷവാനാണ്. എഴുന്നള്ളിപ്പാണ് പുറത്തേക്ക് നമ്മുടെ ശീവേലി പോലെ. ഇത് രാവിലെ വൈകിട്ടെല്ലാം ഉണ്ട്. ഈ രഥത്തിൽ എഴുന്നള്ളിക്കും, പല്ലക്കിൽ എഴുന്നള്ളിക്കും, പിന്നെ രാത്രി സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിക്കും. അങ്ങനെയൊക്കെയാണ് ദേവിയെ പുറത്തുള്ള എഴുന്നള്ളിപ്പ്. ഈ വരുന്നതാണ് പല്ലക്കിലുള്ള എഴുന്നള്ളിപ്പ്. ഇത് കഴിഞ്ഞിട്ട് രഥത്തിൽ എഴുന്നള്ളിക്കും, നമ്മുടെ ശീവേലി പോലെ. ദേവിക്ക് സമർപ്പിക്കാനുള്ള പുഷ്പങ്ങളാണ് കേട്ടോ ഈ തട്ടത്തിൽ. ഇതൊരു വഴിപാടാണ് അവിടെ. ഞാനും അത് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് ദേവിയെ ചാർത്തിയിട്ടുള്ള പട്ടുകളാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഭക്തർ ഇവിടെ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്താണ് ഈ ക്ഷേത്രം. എന്ന് വെച്ചാൽ ദേവിയുടെ ദർശനത്തിൻ്റെ പിൻവശത്തായിട്ടാണ് ഇങ്ങനെ. ഇത് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പാനകം വാങ്ങാനായിട്ടുള്ളത്. അത് അവിടെ നിന്ന് കിട്ടുന്ന ഔഷധ പാനീയം കുടിക്കാനുള്ള ക്യൂ നിൽക്കുന്ന സ്ഥലത്ത്. ഇത് നെയ്വിളക്ക് സമർപ്പണമാണ് കേട്ടോ. ഇത് ബാക്കിലാണ് ഞാൻ പറഞ്ഞില്ലേ ദേവിയുടെ പട്ട് കിട്ടുന്ന സ്ഥലം, ദേവിയെ ചാർത്തിയത്. അത് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ചീട്ടെടുക്കേണ്ടത്. അവിടെ തന്നെയാണ് ഇത് വയ്ക്കേണ്ടത്. ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ആ വിമാനത്തിൻ്റെ താഴിക കൂടെ തിരിക്കുന്നതിന്
അവിടെ നോക്കി നമ്മൾ ദേവിയെ ധ്യാനിച്ച് അവിടെ സമർപ്പിക്കുന്നു നെയ്വിളക്ക്. ഈ കാണുന്നതെല്ലാം ദേവിയുടെ ഒരു രൂപങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യൂ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്നത് ക്യൂ നിൽക്കുന്നവർക്ക് ദാഹശമനി കൊടുക്കുന്നതാണ്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ രഥത്തിലാണ് കേട്ടോ ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ഒരുപാട് പേര് വന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ക്ഷേത്രപാലകയാണ് കേട്ടോ. ഭക്തരുടെ സമർപ്പണമായിരിക്കാം. പുറത്താണ് സ്വർണം പൂശിയിരിക്കുന്നതായിരിക്കാം. ക്ഷേത്രത്തിൽ പോയിരിക്കുന്നവരെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതവിടെ പുറത്തുള്ള വിളക്കുണ്ടല്ലോ, പിരമിഡ് പോലത്തെ വിളക്കുകൾ, കൽവിളക്ക് അല്ല, പുറത്തെ വിളക്ക് നല്ല ഉയരത്തിലുള്ളത്, ഇതിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ ഇത്. ഇതിൽ ഐതിഹ്യപരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുവരെ പോയിരിക്കുന്നവരിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഭംഗിയല്ല കാണാൻ. ആനപ്പുറത്ത് വിളക്കുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെയും ഉച്ചയിലത്തെ ദർശനം കഴിഞ്ഞ് ഞാൻ ദീപാരാധന തൊഴുവാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വിളക്കെല്ലാം തെളിയിക്കും. അത് കാണാൻ തന്നെയാണ് ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, മുകളിൽ നിന്നും കത്തിച്ച് വേഗത്തിൽ താഴേക്കിറങ്ങി വരും. അത് തിരി എണ്ണയിൽ മുക്കിയിട്ട് കർപ്പൂരം കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത്രയും പെട്ടെന്ന് കത്തിച്ചിറങ്ങാൻ പറ്റുന്നത്. അല്ല, തൊടുമ്പയ്ക്ക് തന്നെ പെട്ടെന്ന് തീ പിടിക്കുന്നുണ്ടോ. നല്ല ഭംഗിയാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് വഴിപാടായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് ഓരോ ദിവസം. അപ്പോൾ വഴിപാടായിട്ട് ചെയ്തവർ ആദ്യം കയറി 2 തിരി കത്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് മുകളിൽ കയറി ഇവിടുത്തെ സ്ഥിരം കത്തിക്കുന്നവർ കത്തിക്കുന്നത്. മുകളിലേക്ക് കയറാൻ ഭയമില്ലാത്തവർ മുകളിൽ കയറി കത്തിക്കും കേട്ടോ. ഇതിൽ താഴെ 1 2 തിരി വഴിപാടായിട്ട് ചെയ്തിരിക്കുന്നവർ കഴിഞ്ഞു. ഇത് നല്ല ഭംഗിയാണല്ലോ കാണാൻ. ഒരു പ്രത്യേക അനുഭവമാണ് ഈ സമയത്തൊക്കെ ഇവിടെ ചെന്നിരിക്കാൻ. ഏറ്റവും നല്ല ഉത്തമം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ദീപാരാധന തൊഴുവാൻ പോകുന്നത്. കാരണം ആ സമയത്ത് ദേവിയെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയാമോ. പച്ച പട്ടൊക്കെ പൊതിച്ച് നല്ല എന്തു ഭംഗിയാ. കൊതിയാവും നമുക്ക് ദേവിയെ കാണാൻ. അത്രയും ഭംഗി ദേവിക്ക്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ദീപാരാധന തൊഴാൻ പോകുന്നത് തന്നെയാണ്. അപ്പോഴാണ് ദേവിയെ കാണാൻ നല്ല ഭംഗി. നമുക്ക് തന്നെ അത് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കും ദേവിയെ കാണുമ്പോൾ തന്നെ. അത്രയും മനോഹരി, അത്രയും സുന്ദരി. ആ സമയത്ത് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ഔഷധ പാനീയം കുടിച്ചിട്ട് നമുക്ക് പോകാം. ദേവിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളത്താണ് കേട്ടത്. ഇനി നമ്മൾ രാവിലെയൊക്കെ ഞാൻ കണ്ടില്ല, നേരത്തെ കണ്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ദേവിയെ തലയിൽ വെച്ചിട്ട് ഒരു വട്ടം എഴുന്നള്ളിക്കും. ഇനി ഇപ്പോഴാണ് കേട്ടോ നമ്മൾ സ്വർണ്ണരഥത്തിലൊക്കെ എഴുന്നള്ളിക്കുന്നത്. കാണാൻ അതിമനോഹരമാണ്. ഇപ്പോൾ ഇനി സ്വർണ്ണ പല്ലക്കിൽ എഴുന്നള്ളിക്കും. രാവിലത്തെ പോലത്തെ പല്ലക്കല്ല, ഇത് സ്വർണ്ണ പല്ലക്കാണ്. കണ്ടാൽ തന്നെ മനസ്സിലാക്കും.
ഇനി ഇത് കഴിഞ്ഞിട്ട് സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിക്കും. ഇതെല്ലാം കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 3 ദർശനങ്ങൾ എടുക്കണം. കാരണം 3 രൂപത്തിലാണല്ലോ ദേവി. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ ദർശനങ്ങൾ നമ്മൾ എടുക്കണം. ആ രീതിയിൽ നമുക്കവിടെ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വൈകിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ദീപാരാധന തൊഴണം. രാവിലെ പോയിട്ട് നിർമ്മാല ദർശനം ചെയ്യണം. ഉച്ചക്കലത്തെ ദർശനം കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ 3 നേരത്തെ ദർശനം നമ്മൾ എടുക്കണം. ഇവിടെയാണ് കേട്ടോ എഴുത്തിനൊക്കെ ഇരുത്തുന്നത്. പിന്നെ അരങ്ങേറ്റം നടത്തുന്നതൊക്കെ തൊട്ടപ്പുറത്ത് സ്റ്റേജുണ്ട്. അതൊക്കെ ചെയ്യും. അവിടെ കണ്ടില്ലേ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുത് ക്ഷേത്രം വഴിയുള്ള സൗജന്യ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നതാണിത്. ഇത് പുതിയ ബിൽഡിങ്ങൊക്കെയാണ്. ഞാൻ 10 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങൊന്നും ഉണ്ടായില്ല. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ നല്ല പൊന്നിയരിയും സാമ്പാറും കൂട്ടി നല്ല ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് പുറത്ത് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കേണ്ടത് ആവശ്യമില്ല. ഈ കാണുന്നത് സൗപർണികയ്ക്കുള്ള വഴിയാണ് കേട്ടോ. ഈ ക്ഷേത്രം കണ്ടോ? ഈ ക്ഷേത്രത്തിൽ നിന്നും വലതുവശത്തേക്കുള്ള വഴി. ഈ വഴിയിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൗപർണികയിലെത്താം. ഇതൊരു സ്കൂളാണ്. ക്ഷേത്രമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇത് 1-2 സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ നടന്ന് സൗപർണിക ലക്ഷ്യമാക്കി നടക്കുകയാണ്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നതെന്ന് അറിയണമല്ലോ. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് പിന്നീട് അവസരം ലഭിച്ചത് വരാൻ. ഈ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഇതൊക്കെ കണ്ടുവെച്ചോളൂ. ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഡ്ജ് കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ സ്കൂളുകൾ. ഒന്ന് നേരെ നടക്കുക. നമുക്ക് സൗപർണികയിലെത്താം. നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സൗപർണിക. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. വികസിപ്പിച്ച് എത്രത്തോളം നശിപ്പിച്ച് വെച്ചേക്കാണെന്ന് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണമെന്ന് നോക്കാൻ. കാരണം അത്ര മനോഹരമായൊരു സ്ഥലമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ഇപ്പോൾ നല്ല വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് താഴേക്ക് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ 2 കുരങ്ങന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ബോഗൈൻവില്ല. പട്ടികളെ കണ്ടോ? പട്ടികളെ കുരങ്ങന്മാരെ ഓടിച്ച് മുകളിൽ കയറ്റിയിട്ട് നോക്കി നിൽക്കുന്നതാണ്. ക്ഷേത്രങ്ങളൊക്കെ നല്ലോണം വികസിച്ചൂടെ. അത്യാവശ്യം വികസിപ്പിച്ച് സൗകര്യങ്ങളെല്ലാം കൂട്ടി അടുത്ത മനോഹാരിതൊക്കെ നഷ്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങി നോക്കട്ടെ സൗപർണികയുടെ അവസ്ഥ എന്താണ്. അത്യാവശ്യം കലങ്ങി
മറിഞ്ഞൊഴുകയാണ് സൗപർണിക. ഇവിടെ ഡാം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഭക്തന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുളിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത്രയും കുത്തിക്കലങ്ങി വരാണ്. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒഴുകി വരുന്നുണ്ട്. സംഭവം ശരിക്കും അശുദ്ധമാണ് ഇപ്പോൾ സൗപർണികയുടെ അവസ്ഥ. നിങ്ങൾക്ക് കാണാൻ കഴിയും കുപ്പികളൊക്കെ ഒഴുകി വരുന്നത്. ഇവിടെ ഞാൻ പണ്ട് കണ്ട പാറക്കെട്ടുകളോ പാറക്കല്ലുകളോ ഒന്നും കാണാനില്ല. കാരണം ഈ പാറക്കല്ലിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് അന്നൊക്കെ ഞാൻ കുളിച്ചത്. എന്ത് ഭംഗിയായിരുന്നു അറിയാമോ, ഭയങ്കര ഫീലാകും. എല്ലാം നശിപ്പിച്ചൊരു വലിയ ക്ഷേത്രം പണിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗണപതി ക്ഷേത്രമാണ്. സൗകര്യങ്ങളെല്ലാം കൂട്ടി ആ പഴയ മനോഹാരിത അത് നഷ്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ വന്നതാണ്, പക്ഷേ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല. കാരണം വെള്ളത്തിൽ കുളിച്ചാൽ ശരിയാവില്ല. ഇതാണ് ക്ഷേത്രം. ഇപ്പോൾ നല്ല വലിപ്പം വെച്ചു. ഇനി ഞാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കവാടത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രം, അവിടേക്കാണ് കേട്ടോ. ആ ദേവിയെ ഒന്ന് കാണാനാണ്. ദേവിയുടെ പേര് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ മറന്നുപോയി. വനദുർഗ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. കാരണം കാട്ടിലിരിക്കുന്നതാണല്ലോ. ഇത് പ്രത്യേകമായിട്ടൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ. വേറെ ലെവൽ. അത്രയും തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു കാടിൻ്റെ അടുത്ത് റോഡിനോടും ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം അല്ലേ. ഇവിടെ പുത്ര സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് കൂടുതൽ. കാരണം തൊട്ടിലുകൾ ഒരുപാട് കെട്ടിയിട്ടുണ്ട്, മണിയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. മണി കെട്ടിയിരിക്കുന്നത് എന്തിനായിരിക്കും? നല്ല ശക്തിയുള്ള ദേവിയുടെ, കാരണം ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അതിവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്നൊന്ന് തൊഴുകുന്നത് നല്ലതായിരിക്കും. ബസ്സിൽ പോകുന്നവർക്കാണെങ്കിൽ ഇവിടെ നിർത്തി കൊടുക്കും. ഇവിടെ നിന്ന് വന്ന് നമുക്ക് ബസ്സിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കാം. അല്ലാതെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവിടെ വന്നൊന്ന് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു പ്രത്യേക ഫീലാണ് അവിടെ. ഓപ്പൺ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ഇത് കണ്ടില്ലേ, റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ കവാടത്തിൻ്റെ അടുത്ത് തന്നെ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്ക് 150 രൂപയാണ് ഓട്ടോറിക്ഷ ചാർജ്. ഇതിപ്പോൾ സൗപർണിക എന്നായാലും ശരി, ഞാൻ സൗപർണിക എന്നാണ് ഓട്ടോറിക്ഷ എടുത്തത്. 150 രൂപയായി. അപ്പോൾ നമുക്ക് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം, വഴിപാടുകൾ കഴിക്കാം. അത്യാവശ്യം ഇതിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ദേവി ദർശനമെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ദേവിയോട് ഇനിയും അനുവാദം തരണേ ദർശിക്കാനുള്ളത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക്
തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ബസ് സർവീസ് നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിലെത്തി. ഈ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.